രാവിലെ തന്നെ കുറച്ച് ചെറുപയർ പുഴുങ്ങിയത് അധികം വന്നതുകൊണ്ട് അതിലോട്ട് കുറച്ച് ശർക്കരപ്പൊടി എടുത്ത് തട്ടി. ശർക്കര ആയിരുന്നു പൊടിയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഒരു സുഗിയൻ, നമ്മുടെ കൊല്ലം ഭാഷയിലെ മോദകം ട്രൈ ചെയ്യാനുള്ള പുറപ്പാടാട്ടോ. എന്തായി തീരുന്നൊന്നും അറിയില്ല. അപ്പോഴാണ് ഒരു ബൗളിൽ പിന്നെ കുറച്ച് മൈദയും ചെറിയ ജീരകവും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഇത് ചെറിയ ഉണ്ടകളാക്കി എടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് പയർ വെന്ത് പോകരുത്, മാവ് ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഒരു കുഴമ്പ് പരുവത്തിൽ മാവ് കുഴച്ചിട്ട് അതിനകത്തോട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ പയർ അതിൽ മുക്കിയെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അത് മുക്കിയെടുത്ത് എണ്ണയിലിടുമ്പോൾ തന്നെ സ്പ്രെഡായി പോവാതിരിക്കാൻ നോക്കണം. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്, പയറിൻ്റെ വേഗ് പിന്നെ ഈ മൈദ കുഴച്ചെടുക്കുന്നത്. അപ്പം ഇത് രണ്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് സക്സസ് ആയി. ഇന്ന് എന്തായാലും എനിക്ക് എന്താണെന്നറിയത്തില്ല, ജീവിതത്തിലെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് കേട്ടോ കുക്കിംഗ്. എന്തായാലും സക്സസ് ആയി, നന്നായിട്ട് തന്നെ വന്നു. ഒന്നും സ്പ്രെഡായി എണ്ണയിൽ പോയില്ല, അതേ ഷേപ്പിന് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും മെയിൻ നമ്മളെ ടാസ്ക് എന്ന് പറയുന്നത് പയറിൻ്റെ വേഗമാണ്. അപ്പോൾ പയർ നമ്മൾ വേകുമ്പോൾ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം. അപ്പോൾ ഒരുമാതിരി വെള്ളം പോലെ ആകും. പിന്നെ ശർക്കര ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് പൊരിച്ചെടുക്കാൻ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയിലെ വെള്ളം ഇറങ്ങിയിട്ട് പയർ ഫുള്ള് വെള്ളമായി ആയിപ്പോവും. പിന്നെ നമുക്ക് ആ ഷേപ്പിൽ വരില്ല. അപ്പോഴത്തേന് ഞാനെന്തായാലും ലക്കിലി ഇന്ന് വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ചായക്കടയിലെ പെട്ടിയിലിരിക്കുന്നത് കണ്ടിട്ടുള്ള ആ ഒരു നൊസ്റ്റുമാണ് ഈ സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അതേ ടേസ്റ്റിന് തന്നെ കിട്ടി. ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യണം ആൻഡ് ഫോളോ ചെയ്യണം.